തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി മർദ്ദനം തള്ളിയ അന്വേഷണ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വിസിക്ക് കൈമാറി. KSU നേതാവിനെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടില്ലെന്നും റിപ്പോർട്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, SFA വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് KSU വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSU അന്വേഷണ റിപ്പോർട്ടിനെ തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. മറ്റ് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ റിസർച്ച് സ്കോളേഴ്സിന് മാത്രം നൽകുന്ന ഒരു മുറിയാണ് മെൻസ് ഹോസ്റ്റലിൽ ഈ പറയപ്പെട്ട മുറി. അത് ആ സംഭവ ദിവസം അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ള ചില വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് SFIയെ പൂർണ്ണമായും വെള്ളപൂശിക്കൊണ്ടൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. രജിസ്ട്രാർ ഈ ഒരു റിപ്പോർട്ട് കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേലിന് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കെ എന്നുള്ളതാണ്. ഇതിൽ SFIയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് രജിസ്ട്രാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ സംഭവം നടക്കുന്ന ദിവസം ഈ ഇടിമുറി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഇടിമുറി എന്ന് പറയപ്പെടുന്ന 121ാമത്തെ റൂം മെൻസ് ഹോസ്റ്റലിലെ കാര്യവട്ടം ക്യാമ്പസിലെ മെൻസ് ഹോസ്റ്റലിലെ 121ാം റൂം അത് റിസർച്ച് സ്കോളേഴ്സിന് മാത്രം നൽകുന്ന റൂമാണ്. അവിടെ ഇങ്ങനെ ഒരു ഇടിമുറി പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇടിമുറി ഇല്ല എന്നുള്ളതാണ് രജിസ്ട്രാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അത് മാത്രമല്ല, അന്നേ ദിവസം ആ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ രജിസ്ട്രാർ VCക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സംഭവം നടക്കുമ്പോൾ സാൻജോസ് എന്ന് പറയുന്ന KSU പ്രവർത്തകനൊപ്പം ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി ക്യാമ്പസിൽ പഠിക്കാത്ത അല്ലെങ്കിൽ ക്യാമ്പസിന് പുറത്തു നിന്ന് വന്ന ഒരു ആളായിരുന്നു എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമോ ഇടിമുറിയോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. SFIയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പൂർണ്ണമായും SFIയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് മുഴുനീളം കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ പൂർണ്ണമായും ഈ SFIക്ക് അനുകൂലമായി SFIയെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി KSU രംഗത്തെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നൽകിയവരുടെ അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കിയവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ തന്നെ മനസ്സിലാകും. SFIയെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയായിരിക്കും അവർ സ്വീകരിക്കുക എന്നുള്ളതാണ് KSU വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, സമിതി അംഗങ്ങളുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും KSU വിമർശിക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് KSU ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കേരള സർവകലാശാല VC നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, രജിസ്ട്രാർ ഒരു ഇടത് അനുകൂല പ്രതിനിധിയാണ്. സ്വാഭാവികമായി ആ റിപ്പോർട്ടിൽ ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ SFIയെയും വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നെ ആയിരിക്കുമെന്നുള്ളൊരു വിമർശനം അത് തുടക്കത്തിലെ വന്നതാണ്. അതിനെ ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ VCക്ക് നൽകിയിട്ടുള്ളത്. VC ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമായി എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികളായിരിക്കും, ആർക്കൊക്കെ എതിരെയായിരിക്കും നടപടി സ്വീകരിക്കാൻ പോവുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിൽ വിമർശനം ഇടിമുറിയുമായി ബന്ധപ്പെട്ട ഉണ്ട്. ഈ ഇടിമുറി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെയധികം ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് രജിസ്ട്രാർ SFIയെ വെള്ളപൂശിക്കൊണ്ടും ഇടിമുറി പ്രവർത്തിക്കുന്നില്ല എന്ന് പരാമർശിച്ചുകൊണ്ടും കേരള സർവകലാശാല VCക്ക് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ദേവിക. ശാലിനി, വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആരോപണം തന്നെയാണ് KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ സമിതിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ ആളുകളുടെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇടത് അനുകൂലികളാണെന്ന് പറയുന്നു. SFIയെ വെള്ളപൂശുന്ന തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളാണ് എക്കാലവും അവർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നെല്ലാം KSU പറയുന്നുണ്ട്. ഇത്തരത്തിൽ അങ്ങനെയാണ് സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കറിയാം, പോലീസ് സേന മുതൽ സർവകലാശാലകൾ വരെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ ഇത് ശരിക്കും സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വളരെ രൂക്ഷമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതല്ലേ? ദേവിക, സംസ്ഥാന വ്യാപകമായി മിക്ക സർവകലാശാലകളുടെ കീഴിൽ വരുന്ന കോളേജുകളിലും ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് SFI ആണ് എന്നുള്ളൊരു വിമർശനം ഉയർന്നു നിന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇടിമുറി എന്ന രീതിയിൽ ഒരു മുറിക്കകത്തിട്ട് ഇടിക്കുകയും മർദ്ദിക്കുകയും SFIയുടെ വിചാരണയ്ക്ക് വിധേയമായി കൊല ചെയ്യപ്പെടുകയും ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നത്. ഈ ഘട്ടത്തിലാണ് വലിയ രീതിയിൽ സംസ്ഥാന വ്യാപകമായി സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഇടിമുറി എന്നുള്ള ചർച്ചകൾ സജീവമായത്. ആ സമയത്ത്
തന്നെയാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിൽ കാര്യവട്ടം ക്യാമ്പസിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുകയും ചെയ്ത് അതിലൊരു കുറ്റമറ്റ രീതിയിൽ ഒരു റിപ്പോർട്ട് നൽകുമെന്നുള്ളതായിരുന്നു സർവകലാശാല VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ SFIക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ VC ഏത് തരത്തിലുള്ള നടപടികൾ ഇനി സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ VC സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണവും വിമർശനവും നിലനിൽക്കുന്ന സാഹചര്യം MLA മാർക്ക് എതിരെ അടക്കം കേസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തൊരു പശ്ചാത്തലം ഒക്കെ തന്നെ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന ഇടിമുറിയിലും ഒപ്പം തന്നെ ഇടിമുറിയിൽക്കകത്ത് SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലുമാണ് അവസാനമായി അടിയന്തര റിപ്പോർട്ട് ഇപ്പോൾ രജിസ്ട്രാർ നൽകിയിട്ടുള്ളത്. എന്തായാലും VCയുടെ പക്കൽ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗികമായി VCയുടെ പ്രതികരണം അടക്കമാണ് വരേണ്ടത്. സത്യസന്ധമായ റിപ്പോർട്ടായി VC ഇതിനെ കാണുന്നുണ്ടോ അതോ മറ്റേതെങ്കിലും തരത്തിൽ മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടൊരു കൃത്യമായ അന്വേഷണത്തിലേക്ക് VC കടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് VCയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ദേവിക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി S. ശാലിനി.